ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ തോരനാണ് കേട്ടോ. വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ തോരൻ. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കിനി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10-20 ചെറിയുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ സവാള കൂടി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി മാത്രമായാലും മതി കേട്ടോ, അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അതിനുശേഷം ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്താണ് കേട്ടോ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 2 കപ്പ് തേങ്ങ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇപ്പം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വയ്ക്കാം. തേങ്ങയിലും അരപ്പിലൊക്കെ നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം മാത്രം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ തേങ്ങയിലൊക്കെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ മസാല എല്ലാം നല്ലതുപോലെ പിടിക്കുന്നവരെ ചെറിയ തീ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് എടുക്കുമ്പോൾ നമ്മളെ ചിക്കൻ തോരൻ റെഡി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോഴിത്തോരനാണ്. കോഴിത്തോരനെന്നോ ചിക്കൻ തോരനെന്നോ ഒക്കെ വിളിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്